ഇത് നല്ലൊരു ഭംഗിയുണ്ട്. ഞാൻ കരുതി ജസ്റ്റ് നിങ്ങൾ അവിടെ എങ്ങനെ ഒഴിച്ചു വെക്കുക ഒറ്റിച്ചു വെക്കുക ചെയ്യുള്ളതാണ്. ടൈം തെറ്റിപ്പോയി കഴിഞ്ഞാൽ സോപ്പേ പോയി. ആർട്ടിസണൽ സോപ്സ് എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ടൈം എടുത്ത് ഇതിൽ എത്ര കളേഴ്സ് വരും ഇന്ന് നമ്മൾ 4 കളേഴ്സ് ആണ് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത്. ROVER എന്ന് വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിലാണ് കേട്ടോ. ട്രിവാൻഡ്രം ജില്ലയില് മംഗലപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ ഗ്രീൻ വിങ്സ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിലാണ് വന്നിരിക്കുന്നത്. ഇതിങ്ങനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു ക്രിസ്മസ് കേക്ക് ആണെന്നല്ലേ, അല്ലെങ്കിൽ ന്യൂ ഇയർ കേക്ക് ആണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഇത് സോപ്പാ വരുന്നത്. നമ്മൾ സാധാരണ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പില്ലേ, അത് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഭംഗി നിങ്ങൾ നോക്കിയേ. ഇത് നിങ്ങളെ മുന്നിലേക്ക് കാണിക്കാൻ വേണ്ടി എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത്, ഇത് എന്തൊക്കെയാണ് ഇതിൽ ചേർക്കുന്നത്, ഇതൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ. ഇത് ചെയ്ത് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് TJ വർഗീസ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ വർക്കറാണ് കേട്ടോ. ഇതിന്റെ രഹസ്യ വിവരങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട്. നേരെ കമ്പനിയുടെ അകത്തേക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ വർഗീസേട്ടൻ. വർഗീസേട്ടൻ ഇവിടെ നല്ല പണിത്തിരക്കിലുള്ളത്, അദ്ദേഹത്തിന് പണിപ്പുരയിലുള്ളത്. വർഗീസേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം. ഇവിടത്തേക്ക് ഞാൻ വരാൻ മെയിൻ കാരണം എന്താണെന്ന് അറിയാം. നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സോപ്പും പല രീതിയിലുള്ള സോപ്പും കണ്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ അടുത്ത് ഞാൻ കണ്ട ഒരു സോപ്പ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു വെറൈറ്റിയാണ്. അപ്പൊ ഇതൊന്നും അറിയാനും ഇതെങ്ങനെ ചെയ്യുന്നു, ഇത് മറ്റുള്ളവർക്ക് എത്തിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഗുണം ചെയ്യുവാണെങ്കിൽ നല്ലൊരു കാര്യമല്ലേ. അങ്ങനെയാണ് നേരെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി, എത്ര കാലമായിട്ടുണ്ടാവും? ഇത്തരത്തിലുള്ള സോപ്പുകൾ ഏകദേശം ഒരു 10 വർഷത്തോളം ആകുന്നുണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സോപ്പാണ്. അതായത് ആർട്ടിസണൽ സോപ്സ് എന്ന് പറയും. ഹാൻഡ് മെയ്ഡ് ആണ്, ഫുള്ളി ഇത് ഹാൻഡ് മെയ്ഡ് ആണ്. നാച്ചുറൽ പ്രൊഡക്ട്സുകൾ കൊണ്ട് മാത്രമാണ്, ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള സോപ്പ് നിർമ്മാണം വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത് യൂറോപ്യൻ കൺട്രികളിലാണ് ഇതിൻ്റെ പോപ്പുലറായിട്ട് കാണപ്പെടുന്നതും. അത്തരത്തിലുള്ള സോപ്പുകൾ അവിടെ $5 മുതൽ $15-20 വരെയാണ് ഒരു സോപ്പിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് 25 രൂപ മുതൽ നമുക്ക് 250-350 രൂപ വരെയുടെ സോപ്പ് ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും. കാരണം അത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ കോസ്റ്റ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് സോപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ, അതായത് ഒരു ഓയിൽ മാത്രം മിക്സ് ചെയ്താണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കൊരു 25-30 രൂപയ്ക്ക് സോപ്പ് കൊടുക്കാനായിട്ട് സാധിക്കും. അതേസമയം ഒലിവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, കൊക്കോ ബട്ടർ, ഷിയ ബട്ടർ തുടങ്ങിയിട്ടുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് ഉപയോഗപ്രദമാകുന്ന ഉൽപ്പന്നങ്ങൾ വെച്ച് നമ്മൾ സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ മൂല്യം എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. കൂടുകയും കുറയുകയും ചെയ്യും. അപ്പം നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ മുതൽ വലിയ ബഡ്ജറ്റിലേക്ക് വരെ പ്രീമിയം കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇവിടെ. കാരണം ഇത് ഞാൻ സ്വദേശി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആദ്യം സോപ്പ് ഉണ്ടാക്കാനായിട്ട് 2010 ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ അന്ന് ആ സോപ്പുകൾക്ക് കുറച്ച് ഡീമെറിറ്റുകൾ ഉണ്ടായിരുന്നു. അതെങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ള ഒരു അന്വേഷണത്തിലാണ് ഇത്തരത്തിലുള്ള സോപ്പുകളിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. അപ്പൊ എനിക്ക് അറിയണേ ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്തെടുക്കുന്നത്. കാണുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല, ആർക്കും കാണാം. ശരി, എന്നാൽ നമുക്ക് അതിലേക്ക് കിടക്കാം. ഇന്ന് ഇവിടെ നമ്മൾ 2 തരം ഓയിലുകൾ മിക്സ് ചെയ്തിട്ടാണ് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. സാധാരണ ഞാൻ ഉണ്ടാക്കുന്നത് ഒലിവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ, കാസ്റ്റർ ഓയിൽ, ഇങ്ങനെയുള്ള ഓയിലുകളെല്ലാം മിക്സ് ചെയ്യും. അത് ഓരോ ഓയിലിനും ഓരോ പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് നമ്മൾ പ്രത്യേക തരത്തിൽ സ്കിന്നിനനുസരിച്ച് ഒക്കെയാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒലിവ് ഓയിലും കോക്കനട്ട് ഓയിലും ചേർത്തിട്ടുള്ള സോപ്പാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കോക്കനട്ട് ഓയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ബാലൻസ് ഒലിവ് ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കൃത്യമായ അളവിലാണ് നമ്മൾ ഇത് ചേർക്കുന്നത്. കാരണം അളവ് മാറിക്കഴിയുമ്പോൾ സോപ്പിന്റെ ഗുണത്തിലും അതുപോലെ തന്നെ അതിന്റെ സെറ്റിങ്ങിലും ഒക്കെ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് സോപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാസ്റ്റിക് സോഡ എന്നുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇവിടെ സോപ്പിന് 3 ഇൻഗ്രീഡിയൻസ് മതി യഥാർത്ഥത്തിൽ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി. ഒന്നെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓയിൽ, അതുപോലെ തന്നെ കാസ്റ്റിക് സോഡ. ഇതിപ്പോ കാസ്റ്റിക് സോഡ വരുന്ന സമയത്ത് അതിനുള്ള പ്രയാസങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇതിന് വരുന്നുണ്ടോ നമുക്ക്? ഇല്ല, തീർച്ചയായിട്ടും കാസ്റ്റിക് സോഡ നമ്മൾ സോപ്പിൽ ഓയിലുമായിട്ട് ചേരുമ്പോൾ ഒരിക്കലും കാസ്റ്റിക് സോഡ ശരീരത്തിന് ദോഷകരമായിട്ട് വരുന്നില്ല. ശരി. അപ്പൊ ഇതിൽ ചേർക്കുന്നതിന് കുഴപ്പം വരുന്നില്ല, ഒരു പ്രശ്നവും. കാസ്റ്റിക് സോഡ ഇല്ലാതെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാനും പറ്റില്ല. കാസ്റ്റിക് സോഡ ഇല്ലാതെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഈ കോൾഡ് പ്രോസസ്സിൽ സോപ്പ് ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല. നിർബന്ധമായിട്ട് കാസ്റ്റിക് സോഡ നമ്മൾ ആഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഇനി നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ കാസ്റ്റിക് സോഡ ഓയിലിലേക്ക് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഇത് മിക്സ് ചെയ്തിട്ട് മൊത്തത്തിൽ ഒന്നുകൂടി ഇളക്കിയെടുക്കുക. മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ മറ്റുള്ള വർക്കുകൾ ഇതിനകത്ത് നടക്കുന്നത്. ഇവിടെ മുതലാണ് നമ്മുടെ ഇതിനകത്ത് രാസപ്രവർത്തനം, ഇതിനകത്ത് സഫോണിഫിക്കേഷൻ എന്ന് പറയുന്ന രാസപ്രവർത്തനം നടക്കുന്നത് ഇവിടെ മുതലാണ്. അത് ശരി. അപ്പൊ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ അല്ല ഇതൊക്കെ നമ്മൾ ഈ ഇളക്കുന്നത് ഇതിനൊക്കെ ഒരു ടൈമോ അല്ലെങ്കിൽ അതിനൊരു ശ്രദ്ധ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൃത്യമായിട്ടും ഈ ടൈം തെറ്റിപ്പോയി കഴിഞ്ഞാൽ സോപ്പേ പോയി നമ്മൾ ഉദ്ദേശിക്കും. കാരണം പ്രത്യേകിച്ച് ആർട്ടിസണൽ സോപ്സ് എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ടൈം എടുത്ത് ഒരു 3 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് നല്ല രീതിയിൽ ഒരു സോപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ കാസ്റ്റിക് സോഡയും ഓയിലുമായിട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇതിലാണ് ഇനി നമുക്ക് കളറുകൾ മിക്സ് ചെയ്ത് നമുക്ക് മോൾഡിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് ഒഴിക്കേണ്ടത്. ഓക്കെ. ഇതിപ്പോ ഓരോന്നിലേക്കും ഇങ്ങനെ ഒഴിക്കുന്നത് വെച്ചാൽ നമുക്ക് ഓരോരോ കളറുകൾ മിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബൗളിൽ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതിൽ എത്ര കളേഴ്സ് വരും? ഇന്ന് നമ്മൾ 4 കളേഴ്സ് ആണ് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത്. ഒന്ന് ചാർക്കോൾ, അതായത് ചിരട്ടക്കരിയാണ് ചാർക്കോള്. പിന്നെ ഉള്ളത് മൈക്കാസ് ആണ്, നാച്ചുറൽ സ്റ്റോൺസിൽ നിന്നുമൊക്കെ എടുക്കുന്ന. ഇതെല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി മിക്സിങ്ങിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ വൈറ്റ് ബേസിലാണ് നമ്മൾ ബാക്കിയുള്ള കളേഴ്സൊക്കെ ചേർക്കുന്നത്. ഓക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് എസൻഷ്യൽ ഓയിൽ, അതായത് ഫ്രഞ്ച് ലാവൻഡർ എസൻഷ്യൽ ഓയിലാണ് ചേർക്കുന്നത്. ഓക്കെ. ആ ഓയിൽ അതായത് നമ്മുടെ സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള. അത് തന്നെ, അതിന്റെ മണമാണ് ഈ വരുന്നത്. അത് തന്നെ. അടിപൊളി. ഇതിന്റെ ഉള്ളിൽ കയറി വരുമ്പോൾ തന്നെ ഭയങ്കര സ്മെൽ, നല്ലൊരു മണമാണ് വരുന്നത്. ഓക്കെ. ഇനി നമുക്കിത് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് ഒഴിക്കുകയാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് ഡയറക്റ്റ് ആദ്യം മോൾഡിലേക്ക് ഒഴിക്കുക. നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ഓരോ കളേഴ്സും ഇതിന് കൂടെ ആഡ് ചെയ്യും. കളേഴ്സ് ആഡ് ചെയ്തിട്ട് അതും അതിനോട് മിക്സ് ചെയ്യും. ഞാൻ ഇത് മൊത്തത്തിൽ നിങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഒഴിക്കുക. അല്ല. ഇത് കാണുമ്പോൾ ശരിക്കും എനിക്ക് ഈ കുഞ്ഞു മക്കൾ ഈ കളറിനെ കൂടെ കളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഫീൽ ചെയ്യുന്നത്. കാരണം അവരുടെ മനസ്സിലുള്ള ആ ഒരു കാഴ്ചപ്പാട് അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാം അല്ലേ? അത് തന്നെ. ഇതിപ്പോ ഈ ഒഴിക്കുന്നതിനൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ചെയ്യണമെന്നുണ്ടോ? തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ കൊടുക്കുന്ന കളേഴ്സുകളൊക്കെ നമ്മുടെ ശരീരത്തിന് ഉപയോഗപ്രദമായിട്ടുള്ള സൗന്ദര്യവർദ്ധകമായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. കാരണം നമ്മൾ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നതെല്ലാം ഫേസ് പാക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്ലേസുകളാണ്. ഓക്കെ. ഇതിപ്പോ നമ്മുടെ ചാർക്കോൾ ഉപയോഗിക്കുമ്പോൾ ചാർക്കോൾ നമുക്ക് നല്ലത് തന്നെയാണല്ലോ അല്ലേ? പലതരം ചാർക്കോൾ ആഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ചാർക്കോൾ സോപ്പുകൾ തന്നെ മാത്രമായിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഓരോ ലെയർ ആയിട്ട്, ലെയർ എന്നല്ല ശരിക്കും ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട് അല്ലേ? അത് തന്നെ ഉള്ളിലോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഇത് പിന്നെ നമുക്ക് കാരണം ഈ സോപ്പ് നമ്മൾ കട്ട് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഒരു രസം നമുക്ക് മനസ്സിലാകുന്നത്, ഭംഗിയിലേക്ക് മാറാൻ പോകുന്നത്. ഇതിപ്പോ നമ്മുടെ പുറമേ കാണുന്ന ഒരു കാഴ്ചയാണ്. മൊത്തം സെറ്റായി കഴിഞ്ഞാൽ അതിന്റെ ശരിയായ ഭംഗി അവസാനത്തുള്ള മിനുക്കുപണികളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ആർട്ടിസണൽ സോപ്സുകളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂറോപ്യൻ കൺട്രിയിലെ അവര് നന്നായിട്ട് ഇത് വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അവരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സോപ്പുകൾ ഉണ്ടാക്കി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കേരളത്തിൽ ഇത് പോപ്പുലറായി വരുന്നതേ ഉള്ളൂ. ഈ ആർട്ടിസണൽ എന്ന് പറയുന്നത് തന്നെ അതായത് സോപ്പ് കലാപരമായ രീതിയിൽ സോപ്പ് ഉണ്ടാക്കുന്നു എന്നത് മാത്രമാണ് അതിനർത്ഥം വെക്കുന്നത്. അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരു കലാകാരനാണെങ്കിൽ ആ കലാകാരന് നല്ല രീതിയിൽ മനോഹരമായിട്ടുള്ള സോപ്പുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഒരു കോമ്പിനേഷൻ ശരിക്കും ഒരു കേക്ക് ചെയ്തു വെച്ച അവസ്ഥയായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളൊരു എന്താ പറയാ, ഒരു അടിപൊളിയായിട്ടൊരു കേക്ക്. ഇത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ കരുതി ജസ്റ്റ് നിങ്ങൾ അവിടെ എങ്ങനെ ഒഴിച്ചു ഒറ്റിച്ചു വെക്കുക ചെയ്യുള്ളതാണ്. ഇത് പ്രത്യേക ഒരു ആർട്ടാണ് അല്ലേ? ഇതാണ് നേരത്തെ പറഞ്ഞത്, കലാകാരന് എന്ത് കല ഇതിന്റെ മുകളിൽ കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായിട്ടും. ഇപ്പൊ ഇനി ഏകദേശം ഒരു സോപ്പിന്റെ ഒരു രീതിയിലേക്ക് മാറി കഴിഞ്ഞു അല്ലെ? പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഡിസൈൻ വർക്കുകൾ കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ 24 മണിക്കൂറും ഇത് നന്നായിട്ട് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് സോപ്പായിട്ട് മാറും. ഇതിന്റെ സപ്പോണിഫിക്കേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. ഇതിന് ശേഷം നമ്മൾ 1 മാസം മുതൽ 1.5 മാസം വരെ ഇതിനെ കട്ട് ചെയ്ത് നമ്മൾ ക്യൂറിങ് പീരീഡിലേക്ക് വെക്കും. അപ്പോൾ ആ സമയത്ത് ഇതിനകത്തുള്ള ബാക്കിയുള്ള ജലാംശവും കൂടി പോയി പ്യുവർ സോപ്പായിട്ട്, നല്ല സോപ്പായിട്ട്, കാരണം കൂടുതൽ പതയും ഒക്കെ ഉള്ള സോപ്പായിട്ട് വരും. നമുക്ക് വേണമെങ്കിൽ 15 ദിവസം 10 ദിവസം കഴിയുമ്പോൾ ഈ സോപ്പ് ഉപയോഗിക്കാം. പക്ഷേ കൂടുതൽ ലാസ്റ്റിങ്ങും അതുപോലെ തന്നെ കൂടുതൽ പതയും ഒക്കെ വേണമെങ്കിൽ നമുക്ക് എപ്പോഴും ഇത് അവസാനം ഒരു മാസത്തെ ഒരു പീരീഡിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് മൊത്തത്തിൽ
ഹാൻഡ് മെയ്ഡാണ്. ഇതിനകത്ത് യാതൊരുവിധ യന്ത്രങ്ങളോ ഉപയോഗിക്കുന്നില്ല. നമ്മൾ സാധാരണ വീട്ടമ്മമാർ വീട്ടിൽ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അത് ബക്കറ്റിൽ തവി കൊണ്ട് കലക്കി അത് ഒരു 35 മിനിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ സോപ്പ് ഉണ്ടാക്കാം. കാരണം ആ മിക്സിംഗ് പ്രോസസ്സ് അരമണിക്കൂർ 45 മിനിറ്റ് എന്നുള്ളത് 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റിനുള്ളിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി മാത്രം നമ്മൾ സ്റ്റിക്ക് ബ്ലെൻഡർ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ. അപ്പം സമയം കുറച്ചുകൂടി കുറയ്ക്കാൻ വേണ്ടി, സമയം നമുക്ക് വളരെ കുറയ്ക്കാൻ വേണ്ടിയായിട്ടാണ്. അപ്പം പലരും ഈ വീടുകളിൽ സോപ്പ് ഉണ്ടാക്കുന്നതിൽ നിന്ന് പിന്നോക്കം പോകാനുള്ള മെയിൻ ഒരു കാരണം ഈ 45 മിനിറ്റ് ഈ കലക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ അതിന് പകരമായ ഒരു സംവിധാനം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇത് കഴിഞ്ഞ കട്ടിങ്ങിലേക്ക് കടക്കാണ്. ഇപ്പൊ ഇത് നമുക്ക് കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. ഇത് കട്ട് ചെയ്ത് 24 മണിക്കൂർ ഞാൻ ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ചെയ്ത് വെച്ചതുണ്ട് ഇപ്പൊ കട്ടിംഗ് ഒക്കെ. കട്ടിംഗ് നിങ്ങൾ എങ്ങനെ കൈയോട് തന്നെയാണ് ചെയ്യുന്നത്? അത് നമുക്ക് വേണ്ടി പ്രത്യേകം ഒരു മെഷീൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് നമ്മുടെ ഈ ആർട്ടിസണൽ സോപ്പുകൾ സാധാരണപ്പെട്ട ഒരാൾക്ക് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യിപ്പിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മെഷീനാണ്. വളരെ സിമ്പിൾ ആണിത്. നമ്മൾ ബാർ ഇതുപോലെ വെക്കുക, അതിന് നമ്മുടെ ഇഷ്ടമുള്ള അളവിനനുസരിച്ച് ഇപ്പം 1 മീറ്റർ 1 സെന്റിയാണോ അല്ലെങ്കിൽ ഒരു ഇഞ്ചാണോ 2 ഇഞ്ചാണോ എത്രയാണോ ഇതിന്റെ സോപ്പിന്റെ തിക്നെസ്സിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇതിനനുസരിച്ച് ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അളവിനനുസരിച്ച്. ഇതൊക്കെയാണ് നമ്മുടെ ആർട്ടിസണൽ സോപ്പുകൾ. ഇത് ആർട്ടിസണൽ സോപ്പുകൾ എന്ന് പറഞ്ഞാൽ വെച്ചപ്പോൾ ഇത് ഇത്ര എന്തൊക്കെ വെറൈറ്റീസ് ആണ് ഈ കിടക്കുന്നത്. ഓക്കെ, ഇത് നമ്മള് സാൻഡൽവുഡാണ്. സാൻഡൽവുഡും അതുപോലെ തന്നെ ചോക്ലേറ്റ് പൗഡറും കൂടി ചേർത്തിട്ട് ചെയ്തിരിക്കുന്നതാണ്. ചോക്ലേറ്റ് പൗഡർ ചോക്ലേറ്റ് പൗഡർ ചോക്ലേറ്റ് ക്ലേ ആണ് ഉദ്ദേശിക്കുന്നത്. ചോക്ലേറ്റ് ക്ലേ അതെ, ചോക്ലേറ്റ് പൗഡർ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ക്ലേ ഉണ്ട്. നമുക്ക് ഇമ്പോർട്ടൻറ്റ് ചോക്ലേറ്റ് ക്ലേ ആണത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സാൻഡൽവുഡ് പൗഡർ ഉണ്ട്. നമ്മൾ സാൻഡലിന്റെ പെർഫ്യൂം അല്ലെങ്കിൽ എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ പൗഡറും നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ചാർക്കോളാണ്. ചാർക്കോൾ പൗഡർ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലൊപ്പം തന്നെ ചാർക്കോളും കളറിന് വേണ്ടി നമ്മൾ ചാർക്കോൾ ഉപയോഗിച്ചു. മിന്റ് ലൈം എന്ന് പറയുന്ന എസൻഷ്യൽ ഓയിലാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ ഓറഞ്ച്, നമ്മുടെ ഓറഞ്ചിന്റെ എസൻഷ്യൽ ഓയിലാണ്. നല്ല പ്ലസന്റ് സ്മെല്ലാണ് ഇതിനകത്തുള്ളത്. അടിപൊളി പ്ലസന്റ് സ്മെല്ലാണ്. ഇതിന്റെ ഉള്ളിൽ മൊത്തത്തിൽ ഒരു ഭയങ്കര സ്മെല്ലിലാണുള്ളത്. കാരണം കുറെ സ്മെല്ല് കൂടിയിട്ട് ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. ഇതിനകത്ത് നമ്മൾ ഫ്രഞ്ച് ഗ്രീൻ എന്ന് പറയുന്ന ക്ലേ ആണ്. അതും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫ്രഞ്ച് ഗ്രീൻ ക്ലേ ആണ്. ഇത് നമ്മുടെ നോർമൽ ടൈപ്പിലുള്ള സോപ്പാണ്. ഇതിന് 35 രൂപയൊക്കെയാണ് ഇത് സെല് ചെയ്യുന്നത്. ഇതും അതുപോലെ തന്നെ നമ്മൾ ഓറഞ്ച് ബ്ലഷ് എന്ന് പറയുന്ന നല്ല ഒരു പ്ലസന്റ് സ്മെല്ലിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിനകത്തും മൈക്കാസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, റെഡ് മൈക്കാസ്. ഇത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ ഹണി ടർമറിക്, വൈൽഡ് ടർമറിക്, കസ്തൂരി മഞ്ഞളും അതുപോലെ തന്നെ കാട്ടുതേനുമാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ബേസ് കോക്കനട്ട് ഓയിലുണ്ട്, ഒലിവ് ഓയിലുണ്ട് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഇത് നമ്മൾ ആൽമണ്ട് ഹണി സ്പെഷ്യൽ സോപ്പ്. ആൽമണ്ട് ഓയിലും അതുപോലെ തന്നെ കോക്കനട്ട് ഓയില്, ഒലിവ് ഓയില്, ഒപ്പം തന്നെ നമ്മൾ ഹണിയും കൂടി ചേർന്നിട്ടുള്ളതാണ്. ആൽമണ്ട് ഹണി എന്നാണ് നമ്മൾ ഈ സോപ്പിന് വിളിക്കുന്നത്. ഇത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ലാവൻഡർ പെർഫ്യൂമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലാവൻഡർ എസൻഷ്യൽ ഓയിലുണ്ട്, ലാവൻഡർ ഫ്രേഗ്രൻസും ഇതിനകത്ത് ചേർത്തിട്ടിരിക്കുന്നു. ഇത് ചാർക്കോൾ മിന്റ് ആണ്, ചാർക്കോൾ സോപ്പാണ്. ഇതിനകത്ത് മേജർ പോർഷൻ നമ്മൾ ചാർക്കോളിലാണ് ഇതിന് കളർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മിന്റ് ലൈം എന്ന് പറയുന്ന ഒരു ഫ്രേഗ്രൻസ്, നല്ല ഫ്രേഗ്രൻസ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ കാഴ്ച ഇപ്പൊ കാണിക്കാൻ പറ്റുള്ളൂ. അതിന്റെ സ്മെല്ല് നമുക്ക് ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഇത് വാങ്ങി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിന്റെ സ്മെല്ല് അറിയാൻ പറ്റൂ. പിന്നെ ഇതിനകത്ത് എല്ലാ സോപ്പുകൾക്കും പ്ലസന്റ് സ്മെല്ലുകളായിരിക്കും. സാധാരണ നമ്മൾ ഭയങ്കര ഒരു സ്മെല്ലായിട്ട് അല്ല, ഇതിന് നല്ല പ്ലസന്റ് ആയിട്ടുള്ള സ്മെല്ലുകൾ തെരഞ്ഞെടുത്തിട്ടാണ് അതിന്റെ ഫ്രേഗ്രൻസ് ഓയിലുകളും അതുപോലെ എസൻഷ്യൽ ഓയിലുകളും നമ്മൾ ഉപയോഗിക്കുന്നത്. ഓവർ സ്മെല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഇല്ല. ഇത് നല്ല പ്ലസന്റ് ആയിട്ടുള്ള നല്ല മണമാണ്. ഇത് നമ്മൾ ഏകദേശം 6 ലെയറോളം ഇതിനകത്തുണ്ട്. ഈ 6 ലെയറും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇതെടുത്ത് ചെയ്യുന്നത്. ടൈം എടുത്ത് നമ്മൾ ഇത്തരത്തിലുള്ള സോപ്പുകൾ നമ്മൾ ചെയ്യുമ്പോൾ
വിവിധ ലെയേഴ്സുകളും വിവിധ ഡിസൈനുകളും ഇൻസൈഡിൽ വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ടൈം ലെങ്തി ആയിട്ട് വരും. ചിലപ്പോൾ 2 മണിക്കൂർ, 3 മണിക്കൂർ, 3.5 മണിക്കൂർ അത്രയും ടൈം നമുക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഈ ഇത്തരത്തിലുള്ള സോപ്പുകൾക്ക് വിലയും കൂടുന്നത്. ഒപ്പം തന്നെ ഇത് സാൻഡൽവുഡാണ്. സാൻഡൽവുഡ് പെർഫ്യൂമും ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഫ്രഞ്ച് പിങ്ക് ക്ലേ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കളേഴ്സ് എല്ലാം ഓരോരോ ക്ലേകളാണ്. അതും നല്ല പ്ലസന്റ് സ്മെല്ലാണ് ഇതിനകത്ത് ഉള്ളത്. ഇത്തരം ആർട്ടിസണൽ സോപ്പുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ വിലയ്ക്ക് അനുസരിച്ച് തന്നെ ഇതിൻ്റെ പാക്കിങ്ങും നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള സോപ്പുകൾ നമുക്ക് ഗിഫ്റ്റ് പാക്കിംഗ് ആയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ റിസോർട്ടുകൾ, ഹോട്ടലുകൾ, നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസുകൾക്ക്, കമ്പനികൾക്കും ഒക്കെ ഇത് ഗിഫ്റ്റായിട്ട് ആൾക്കാർക്ക് കൊടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇത് വിവിധ തരത്തിലുള്ള പാക്കിംഗ് ഉണ്ട്. ഇതിനകത്ത് ഗിൽറ്റഡ് പേപ്പേഴ്സ് വെച്ചിട്ടുണ്ട്, സാധാരണ നെറ്റ് വെച്ചിട്ടുള്ളത് പാക്കിങ്, ഇതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി പാക്കിംഗ് നമുക്ക് വെക്കുവാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ കവറിൽ വളരെ മനോഹരമായ രീതിയിൽ ഇതെല്ലാം നമ്മൾ ഹാൻഡായിട്ട് നമ്മൾ തന്നെ ചെയ്യുന്ന പാക്കിങ്ങുകളാണ്. ഈ കവറുകളൊന്നും തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതല്ല. ഇത് നമ്മൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഡിസൈൻ ചെയ്യുന്ന കവറുകൾ കട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന കവറുകളാണ് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇത് മാത്രമേ നമ്മൾ ഡിസൈൻ ചെയ്യിച്ച് നമ്മൾ സ്റ്റിക്കറായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഇത് ബൾക്കായിട്ട് വരുമ്പോൾ അതിനനുസരിച്ചുള്ള പാക്കിങ്ങുകൾ നമ്മൾ അതിലേക്ക് പോകുന്നുണ്ട്. ഇത് എന്ത് ബ്രാൻഡിലാണ് നിങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? പ്രത്യേക ബ്രാൻഡ് നെയിം ഒക്കെ ഉണ്ട് ഇതിന് ഗ്രീൻ വിങ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലേക്കാണ് നമ്മൾ ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇത് നിർമ്മിക്കുന്നതും ഒരെണ്ണം ഇപ്പൊ എനിക്ക് ചിലപ്പോൾ 1-2 വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ തരുമായിരിക്കും. പക്ഷെ ഇത് നമ്മുടെ ഈ കാണുന്ന വീഡിയോ കാണുന്ന ഒത്തിരി പേരുണ്ടാവും. അവർക്ക് ഇതെങ്ങനെ ഉപകരിക്കുന്നുണ്ട് കാര്യങ്ങൾ? ഇതിപ്പം നമ്മളെ സമീപിച്ച് നമ്മുടെ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഇത് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. വാട്സാപ്പിലൂടെയും അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഇതിൻ്റെ മാർക്കറ്റിംഗ് സാധ്യതകൾ നോക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിന് പരിശീലനവും നമ്മൾ കൊടുക്കുന്നുണ്ട്. എങ്ങനെ പുറത്തേക്ക് ചെയ്യാൻ നിങ്ങൾ കൊടുക്കുമോ? തീർച്ചയായിട്ടും പരിശീലനം. അത് പ്രൊഡക്റ്റുകൾ വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും. കാരണം 1-2 പ്രൊഡക്റ്റുകളൊക്കെ ഇതേ കോസ്മെറ്റിക് ഗ്രേഡിലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് എടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ നമുക്ക് ഇതിന് പരിശീലനം കൊടുക്കുന്നുണ്ട്. ബേസിക് മുതൽ അഡ്വാൻസ് ലെവലുകളിൽ പരിശീലനം കൊടുക്കുന്നുണ്ട്. മറ്റൊരു കാര്യം പറഞ്ഞാൽ പഞ്ചായത്ത് ലെവലിൽ നമുക്ക് പരിശീലനം കൊടുക്കാനായിട്ട്, അതായത് എല്ലാ പഞ്ചായത്തുകളിലും അവിടെ തന്നെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് രൂപീകരിക്കുകയും ആൾക്കാർക്ക് ഗുണമേന്മയുള്ള സോപ്പുകൾ, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള സോപ്പുകൾ വളരെ കുറഞ്ഞ വിലയിൽ അവർക്ക് ഉണ്ടാക്കി ആ പഞ്ചായത്തിൽ വിതരണം ചെയ്ത് വാർഡുകൾ തോറും വിതരണം ചെയ്ത് അവിടെയുള്ള ഹരിതകർമ്മ സേനകൾക്കോ അല്ലെങ്കിൽ പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്കോ ഒക്കെ ഇതൊരു വരുമാന മാർഗമായിട്ട്, കാരണം ഇത് പരമ്പരാഗതമായി ചെയ്യുന്ന രീതിയിലല്ല, വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഒരു ദിവസം 2 വ്യക്തികൾ ചേർന്ന് കഴിഞ്ഞാൽ 500 സോപ്പ് വരെ ഉണ്ടാക്കുവാനുള്ള ടെക്നോളജി, ലളിതമായിട്ടുള്ള ടെക്നോളജി നമ്മൾ ഇതിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ടെക്നോളജികൾ വേണമെങ്കിൽ പഞ്ചായത്തിന് കൈമാറാനും നമ്മൾ തയ്യാറാണ്. ഇവിടെ നമ്മൾ കണ്ടതൊക്കെ ബാത്തിങ് ആയിട്ടില്ല, നമുക്ക് കുടിക്കാനുള്ള സോപ്പുകൾ ഇപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ളത്. അതല്ലാതെ വാഷിംഗ് സോപ്പ് നിങ്ങൾ ചെയ്തെടുക്കുന്നുണ്ട്? പിന്നെ നമ്മൾ വാഷിംഗ് സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. വാഷിംഗ് സോപ്പ് വിവിധ വെറൈറ്റിയിലുള്ള വാഷിംഗ് സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. വാഷിംഗ് സോപ്പിലേക്ക് കൈക്ക് യാതൊരു അലർജിയും ഇല്ലാതെ കാരത്തിന്റെ അംശമൊക്കെ വളരെ കുറച്ച് നല്ല ഗുണമേന്മയുള്ള സോപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വാഷിംഗ് സോപ്പായിട്ട് അത് ബൾക്കായിട്ട് വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വെച്ചിരിക്കുന്ന പ്രൈസ് ഏകദേശം എത്ര വരെ തുടങ്ങുന്നത്? ഏകദേശം 35 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും. സാധാരണക്കാരെ ആൾക്കാരെ നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. 35 രൂപ മുതൽ നമ്മൾക്ക് 150 രൂപ വരെ വിലയുള്ള സോപ്പുകൾ ഇവിടെയുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സോപ്പുകൾക്ക് 250 രൂപ മുതൽ മുകളിലോട്ടാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. യൂറോപ്യൻ കൺട്രികളിലൊക്കെ ഇതിന്റെ ഒരു സോപ്പിന്റെ വില $5 മുതൽ $12, $15, $20 വരെയാണ് ഇത്തരത്തിലുള്ള സോപ്പുകൾ. അപ്പോൾ അതേ നിലവാരത്തിൽ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും പരിചയപ്പെടാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട്. ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു തന്നു, എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. എന്തായാലും സന്തോഷം. ഓക്കെ, താങ്ക് യു. ഇത്രയാണ് ഗ്രീൻ വിങ്സിന്റെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കാഴ്ച? അടിപൊളിയല്ലേ? പല രീതിയിൽ നമ്മൾ സോപ്പുകൾ നിർമ്മിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതുപോലുള്ള ഒരു രൂപ ഭംഗിയോട് കൂടിയിട്ട് ചെയ്തെടുക്കുന്നത് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ആർട്ടിസണൽ സോപ്പുകൾ ഇവിടെ വർഗീസാണ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ ചെയ്യുന്നു, കട്ടിങ്, പല രീതിയിൽ വ്യത്യസ്തമായുള്ള പല രൂപത്തിലും ഭാവത്തിലും ഒക്കെയുള്ള സോപ്പുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ഇനി ഇത് നമുക്ക് തന്നെ നിർമ്മിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള പരിശീലനം തരാൻ പോലും വർഗീസേട്ടൻ റെഡിയാണ്
റെഡിയാണ് എന്ന് പറയുന്നുണ്ട്. ഇതേപോലെ ഇവിടെ കിടക്കുന്ന സോപ്പുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക. കൊറിയർ ചെയ്ത് തരാനും വർഗീസായിട്ട് റെഡിയാണെന്ന് പറയുന്നുണ്ട്. ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കാം. ഞാൻ എന്നും കൊടുക്കുന്നത് പോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ആഡ് ചെയ്തിട്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.